അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിർ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ്. ഖുലാസത്തുൽ ഫിഖ്ഹിൽ ഇസ്ലാമി എന്ന കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിൻ്റെ വിശദീകരണമാണ് ഈ വോയിസിലൂടെ നൽകുന്നത്. അതിൻ്റെ ആദ്യ പാഠഭാഗമായ അൽ അഹ്കാമു ശർഇയ്യ എന്നതിനെക്കുറിച്ചാണ് ഇന്ന് വിശദീകരിക്കുന്നത്. അൽ അഹ്കാമു ശർഇയ്യ എന്ന് പറഞ്ഞാൽ ശർഇയ്യായ നിയമങ്ങൾ. ഹുക്മ് എന്നതിൻ്റെ ബഹുവചനമാണ് അഹ്കാം. എന്താണ് ഹുക്മ് എന്ന് പറഞ്ഞാൽ? യഥാർത്ഥത്തിൽ ഹുക്മ് എന്ന് പറഞ്ഞാൽ മുക്കല്ലഫുമായി ബന്ധപ്പെട്ട അള്ളാഹുവിൻ്റെ കലാം ആണ്. അള്ളാഹുവിൻ്റെ കലാം ആ മുക്കല്ലഫുമായി, അതായത് പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ആളുകളുമായി ബന്ധപ്പെടുന്ന അള്ളാഹുവിൻ്റെ കലാം, അതാണ് ഹുക്മ്. ഈ ഹുക്മ് ചിലപ്പോൾ ഒരു പ്രവൃത്തിയെ തേടൽ ആയിരിക്കും, ചിലപ്പോൾ ഒഴിവാക്കലിനെ തേടലായിരിക്കും, ചിലപ്പോൾ അത് രണ്ടിൻ്റെയും ഇടയിൽ ഇഷ്ടാനുസരണം ചെയ്യാനുള്ള അനുമതി നൽകലായിരിക്കും. അതായത് ഒരു പ്രവൃത്തിയെ തേടലായിരിക്കും ഒരുപക്ഷെ ഹുക്മ്. ചിലപ്പോൾ ഒരു പ്രവൃത്തിയെ ചെയ്യലിനെ ഒഴിക്കലിനെ തേടലായിരിക്കും, ചിലപ്പോൾ ചെയ്യലിൻ്റെയും ഒഴിക്കലിൻ്റെയും ഇടയിൽ ഇഷ്ടാനുസരണം ചെയ്യാനുള്ള അനുമതി നൽകലായിരിക്കും. അപ്പോൾ ഒരു പ്രവൃത്തിയെ തേടൽ ആകുമ്പോൾ അത് തന്നെ രണ്ടായി തിരിയും. അത് ഖണ്ഡിതമായ തേട്ടമാകും, ഖണ്ഡിതമല്ലാത്ത തേട്ടമാകും. ഖണ്ഡിതമായ തേട്ടമാണെങ്കിലാണ് അത് വുജൂബാകുന്നത്. ഖണ്ഡിതമല്ലാത്ത തേട്ടമാണെങ്കിൽ അത് നദുബാകും. സുന്നത്ത്, നദുബ്, മുസ്തഹബ് എന്നൊക്കെ പറയുന്നത് ആകും. ഇനി തെർക്കിനെയാണ് തേടുന്നത് എങ്കിൽ, അതായത് ഒഴിവാക്കലിനെയാണ് തേടുന്നത്, ഹുക്മ് ഒഴിവാക്കലിനെയാണ് തേടുന്നത് എങ്കിൽ ആ തേട്ടം ഖണ്ഡിതമായ തേട്ടം ആണെങ്കിൽ അതിനാണ് തഹരീം, ഹറാം എന്നൊക്കെ പറയുന്നത്. ഇനി ഖണ്ഡിതമല്ലാത്ത തേട്ടമാണെങ്കിൽ അത് രണ്ടായി തിരിയും. കറാഹത്ത്, തൻസീഹ്, ഖിലാഫുൽ ഔല എന്ന രണ്ട് വിഭാഗമായി തീരും. കറാഹത്ത്, തൻസീഹ് എന്ന് പറയുന്നത്, സാധാരണഗതിയിൽ കറാഹത്ത് എന്ന് പറഞ്ഞാൽ കറാഹത്ത് തൻസീഹാണ്. കറാഹത്ത് തഹരീം എന്നൊരു വിഭാഗമുണ്ട്, അത് പിന്നീട് വിശദീകരിക്കും. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് തെർക്കിനെ, ഉപേക്ഷിക്കലിനെ തേടുന്നത് ഖണ്ഡിതമല്ലാത്ത തേട്ടം ആണ് എങ്കിൽ ചിലപ്പോൾ അത് കറാഹത്തായിരിക്കും. അത് കറാഹത്താകുന്നത് ആ വിഷയത്തിൽ ഒരു വ്യക്തമായ വിരോധാജ്ഞ വന്നിട്ടുണ്ടെങ്കിലാണ്. ചിലപ്പോൾ ഖിലാഫുൽ ഔലയാകും. അത് വ്യക്തമായ നഹിയല്ല വന്നിട്ടുള്ളത്, പരോക്ഷമായ നഹിയാണ് വന്നിട്ടുള്ളത് എങ്കിൽ അത് ഖിലാഫുൽ ഔലയാകും. ഇനി മൂന്നാമത്തെ വിഭാഗം ഏതാണ്? ആ ചെയ്യലിൻ്റെയും ഒഴിക്കലിൻ്റെയും ഇടയിൽ ഇഷ്ടാനുസരണം ചെയ്യാൻ അനുമതി കൊടുക്കലായിരിക്കും ചിലപ്പോൾ ഹുക്മ്. ആ സമയത്ത് അതിന് പറയപ്പെടുന്നത് ഇബാഹത്ത് എന്നാണ്. ഇബാഹത്ത്, ഹലാല്, ജായിസ് എന്നൊക്കെ പറയും. ഇതാണ് 5 ഹുക്മുകളായി തിരിയുന്നത്. 5 ഹുക്മുകൾ: ഒന്ന് വുജൂബ്, അതുപോലെ തഹരീം, അതുപോലെ നദുബ്, അതുപോലെ കറാഹത്ത്, ഖിലാഫുൽ ഔല. ഈ 5 വിഭാഗമായി ഹുക്മുകൾ തിരിയുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ വിശദീകരിച്ചിട്ടുള്ളത്. ഇനി ഓരോന്നും എന്താണെന്ന് വിശദീകരിക്കുകയാണ്. എന്താണ് വാജിബ്, എന്താണ് മന്ദൂബ്, എന്താണ് ഹറാം, എന്താണ് മക്രൂഹ് എന്നെല്ലാം വിശദീകരിക്കുകയാണ് ഇനി. അപ്പോൾ വാജിബ് എന്ന് പറഞ്ഞാൽ
ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയുള്ളതുമായ കാര്യത്തിനാണ് വാജിബ് എന്ന് പറയുന്നത്. ഉദാഹരണം റമദാനിൽ നോമ്പ് പിടിക്കും പോലെ. ഇനി മന്ദൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെയ്താൽ കൂലി കിട്ടും, ഒഴിവാക്കിയാൽ ശിക്ഷ ലഭിക്കുകയില്ല. അങ്ങനെയുള്ള കാര്യത്തിനാണ് മന്ദൂബ് അല്ലെങ്കിൽ സുന്നത്ത്, മുസ്തഹബ് എന്നൊക്കെ പറയുന്നത്. ഉദാഹരണം വിത്ർ നിസ്കരിക്കുക. ഇനി ഹറാം എന്ന് പറഞ്ഞാൽ ഒഴിവാക്കിയാൽ കൂലി ലഭിക്കും, എടുത്താൽ ശിക്ഷയും ലഭിക്കും. ഉദാഹരണം മാതാപിതാക്കളെ വെറുപ്പിക്കും പോലെ. ഇനി മക്രൂഹ്, കറാഹത്ത് എന്നൊക്കെ പറയുന്നത്, അതുപോലെ ഖിലാഫുൽ ഔല എന്ന് പറയുന്നതൊക്കെ മക്രൂഹ്, കറാഹത്തും ഖിലാഫുൽ ഔലയും ഒക്കെ രണ്ടും ഒഴിവാക്കിയാൽ കൂലി കിട്ടും, എടുത്താൽ ശിക്ഷയില്ല. എന്നാൽ എപ്പോഴാണ് മക്രൂഹാവുന്നത്, എപ്പോഴാണ് ഖിലാഫുൽ ഔലയാവുന്നത്? മക്രൂഹാണല്ലോ ആദ്യത്തേത്. അപ്പം മക്രൂഹാകുമ്പോൾ അതിൽ വ്യക്തമായ നഹി ഉണ്ടായിരിക്കും. ഖിലാഫുൽ ഔലയാണെങ്കിൽ പരോക്ഷമായ നഹി ഉണ്ടായിരിക്കും. ഒരു ഉദാഹരണം പറയാം. പള്ളിയിൽ തഹിയ്യത്ത് നിസ്കരിക്കുന്നതിനെ സംബന്ധിച്ച് തഹിയ്യത്ത് നിസ്കാരത്തെ ഒഴിവാക്കൽ അത് മക്രൂഹാണ് എന്ന് പറയും, അത് കറാഹത്താണ് എന്ന് പറയും. എന്താ കാരണം? അതിൽ വ്യക്തമായ ഒരു നഹി, വിരോധാജ്ഞ വന്നിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദാ ദഖല അഹദുക്കുമുൽ മസ്ജിദ ഫലാ യജ്ലിസ് ഹത്താ യുസല്ലി റകഅതൈനി എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിൽ നിന്ന് ആരെങ്കിലും പള്ളിയിൽ കയറിയാൽ അവിടെ ഇരിക്കരുത്, 2 റകഅത്ത് നിസ്കരിക്കുന്നത് വരെ അവിടെ ഇരിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു നഹിയാണ്, അതൊരു വ്യക്തമായ നഹിയാണ്. ഈ നഹി ആ വിഷയത്തിൽ ഉണ്ടായതുകൊണ്ട് തഹിയ്യത്ത് നിസ്കാരത്തെ ഒഴിവാക്കൽ കറാഹത്താണ്. ഈ ഹദീസിനെ ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എന്നാൽ ഖിലാഫുൽ ഔലക്കൊരു ഉദാഹരണം, ദുഹാ നിസ്കാരത്തെ ഒഴിവാക്കൽ അത് ഖിലാഫുൽ ഔലയാണ് എന്ന് പറയാൻ കാരണം, ഇതുപോലെ വ്യക്തമായ ഒരു നഹി അതിൽ വന്നിട്ടില്ല എങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുഹാ നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട്. ഒരു വസ്തു കൊണ്ട് കൽപ്പിക്കുക എന്നുള്ളത് ഒരു പരോക്ഷമായ നഹിയാണ്, അതിനെ ഉപേക്ഷിക്കലിനെ തൊട്ട്. എന്നതുകൊണ്ട് ഇവിടെ ഈ വിഷയത്തിൽ ഒരു പരോക്ഷമായ നഹിയ ആണ് വന്നത് എന്നതുകൊണ്ട് ദുഹാ നിസ്കാരത്തെ ഒഴിവാക്കൽ ഖിലാഫുൽ ഔലയാണ്. എന്നാൽ മുബാഹ്, ഹലാൽ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതെന്താണ്? മുബാഹ് എന്ന് പറഞ്ഞാൽ അത് ചെയ്താൽ ശിക്ഷയില്ല, ചെയ്താൽ കൂലിയുമില്ല. ചെയ്താൽ ശിക്ഷയും, ചെയ്താലും ഉപേക്ഷിച്ചാലും ശിക്ഷയും കൂലിയും ഇല്ലാത്തത്. ചെയ്താലും ഉപേക്ഷിച്ചാലും ശിക്ഷയും കൂലിയുമില്ലാത്ത ഒരു കാര്യത്തിനാണ് മുബാഹ് അല്ലെങ്കിൽ ഹലാൽ അല്ലെങ്കിൽ ജായിസ് എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ ഉദാഹരണം പാല് കുടിക്കും പോലെ. ഇനി മറ്റൊരു കാര്യം, വാജിബ്, ഫർദ്. എന്താണ് ഇതിൻ്റെ ഡിഫറൻസ്? വാജിബും ഫർദും ഒന്ന് തന്നെയാണ്, അത് പര്യായ പദങ്ങളാണ് എന്നാണ് നമ്മുടെ ഷാഫി മദ്ഹബ്. എന്നാൽ മന്ദൂബ് എന്ന് പറഞ്ഞു, ആ മന്ദൂബ് എന്ന് പറഞ്ഞാലും സുന്നത്ത് എന്ന് പറഞ്ഞാലും മുസ്തഹബ് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. അതുപോലെ മുബാഹ്, ജായിസ്, ഹലാല് ഇത് മൂന്നും ഒരേ അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഇനി മറ്റൊന്ന്, ഫർള് 2 വിഭാഗമുണ്ട്, ഫർള് ഐന്, ഫർള് കിഫ. ഫർള് ഐന് എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ഓരോരുത്തർക്കും നിർബന്ധമായതിനാണ് ഫർള് ഐന് എന്ന് പറയുന്നത്. ഉദാഹരണം 5 വക്ത് നിസ്കാരം. എന്നാൽ ഫർള് കിഫ എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ആളുകളുടെ സമൂഹത്തിൻ്റെ മേൽ നിർബന്ധമാകുന്ന കാര്യമാണ്. അതിൻ്റെ ഉദാഹരണം അംറു ബിൽ മഅറൂഫ് വന്നഹ്യു അനിൽ മുൻകർ, നല്ലതുകൊണ്ട് വിരോധിക്കലും നല്ലതുകൊണ്ട് കൽപ്പിക്കലും ചീത്ത കൊണ്ട് വിരോധിക്കലും. അത് കുറച്ച് ആളുകൾ ചെയ്താലും മറ്റുള്ളവരെ തൊട്ടൊക്കെ അതിൻ്റെ കുറ്റം നീങ്ങുന്നത് കൊണ്ട് അത് ഫർള് കിഫയാണ്. അപ്പോൾ ഫർള് കിഫ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ മേൽ നിർബന്ധമാകുന്ന കാര്യമാണ്. ഇനി മറ്റൊരു കാര്യം, കറാഹത്ത് എന്ന് 2 വിഭാഗമുണ്ട്. നേരത്തെ നമ്മൾ കറാഹത്ത് തെൻസീഹ് എന്നാണ് പറഞ്ഞിരുന്നത്. നിരുപാധികം കറാഹത്ത് എന്ന് പറഞ്ഞാൽ കറാഹത്ത് തെൻസീഹാണ് ഉദ്ദേശിക്കുന്നത്.
എന്നാൽ കറാഹത്ത് തഹരീം എന്ന് പറയുന്ന മറ്റൊന്നുണ്ട്. അപ്പോൾ തെൻസീഹിൻ്റെ കറാഹത്ത് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്, അതിൽ കുറ്റമില്ല, ഒഴിവാക്കിയാൽ കൂലിയുണ്ട്, ചെയ്താൽ കുറ്റമില്ല എന്ന്. എന്നാൽ രണ്ടാമത്തെ വിഭാഗമായ തഹരീമിൻ്റെ കറാഹത്തിൽ അത് ചെയ്തവൻ കുറ്റക്കാരനാകും, അത് ഹറാമ് പോലെ തന്നെയാണ്, യാതൊരു വ്യത്യാസവുമില്ല. ഹറാമ് കൊണ്ട് കുറ്റം കിട്ടുന്നത് പോലെ തഹരീമിൻ്റെ കറാഹത്ത് ചെയ്താലും കുറ്റം കിട്ടും. എന്നാൽ എന്താണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? രണ്ടും തമ്മിലുള്ള വ്യത്യാസം, ഹറാമാകുമ്പോൾ ഖണ്ഡിതമായ തെളിവ് കൊണ്ടാണ് ആ കുറ്റത്തെ തേടുന്നത്. അവിടെ ഒരു വിശദീകരിക്കാൻ, ഒരു വ്യാഖ്യാനിച്ച് മറ്റൊന്നാക്കാനുള്ള യാതൊരു സാധ്യതയും ഇല്ല. എന്നാൽ തഹരീമിൻ്റെ കറാഹത്താകുമ്പോൾ തഅ്വീലിന് സാധ്യതയുള്ള, വിശദീകരിച്ച് മറ്റൊന്നായി വിശദീകരിക്കാൻ സാധ്യതയുള്ള ഖണ്ഡിതമല്ലാത്ത ഒരു തെളിവ് കൊണ്ടാണ് അവിടെ കുറ്റത്തെ തേടുന്നത് എന്നത് മാത്രമാണ് വ്യത്യാസം. ഇനി ഇബാറത്തിൻ്റെ അർത്ഥം വിശദീകരിക്കുന്നു. അൽ അഹ്കാമു ഷറയ്യ, ഷറയ്യായ ഹുക്കുമുകൾ. അൽ ഹുക്കുമു, ഹുക്കുമ് ഇമ്മ തലബു ഫീലിൻ, ഒന്നിരിക്കൽ ഫീലിനെ തേടലായിരിക്കും, ഔ തലബു തെർക്കിൻ, അല്ലെങ്കിൽ തെർക്കിനെ തേടലായിരിക്കും, ഔ തഹീറും ബൈനഹുമ, അല്ലെങ്കിൽ അത് രണ്ടിൻ്റെയും ഇടയിൽ ഇഷ്ടാനുസരണം പ്രവർത്തിക്കാനുള്ള അനുമതി നൽകലായിരിക്കും. ഫൽ അവ്വലു, ആദ്യത്തേത്, ഇൻകാന ജാസിമൻ, അത് ഖണ്ഡിതമാണെങ്കിൽ ഫവുജൂബുൻ, അത് വുജൂബാണ്, വ ഇല്ലാ ഫനദുബുൻ, അല്ലെങ്കിൽ നദുബാണ്. വസാനി, രണ്ടാമത്തെ, ഇൻകാന ജാസിമൻ, അത് ഖണ്ഡിതമാണെങ്കിൽ ഫതഹരീമുൻ, അത് തഹരീമാണ്, വ ഇല്ലാ ഫകറാഹത്തുൻ, അല്ലെങ്കിൽ കറാഹത്താണ്. എപ്പോഴാണ് കറാഹത്താകുന്നത്? ഇൻ വറദ ഫീഹി നഹിയുൻ സരിയുൻ, അതിൽ വ്യക്തമായ നഹി വന്നാൽ. വ ഖിലാഫുൽ ഔല, അത് ഖിലാഫുൽ ഔലിയാണ്. ഇൻകാന നഹിയു ഫീഹി, അതിലുള്ള നഹി ആണെങ്കിൽ വൈറ സരിഹിൻ, വ്യക്തമല്ലാത്തതാണെങ്കിൽ. വസാലിസു, മൂന്നാമത്തത്, ഹിയൽ ഇബാഹത്തു, അതാണ് ഹലാല്. ഫൽ വാജിബ്, അപ്പോൾ വാജിബ് എന്ന് പറഞ്ഞാൽ മാ യുസാബു അലാ ഫീലിഹി, ചെയ്താൽ കൂലി കിട്ടുന്നതാണ്, വയുആഖബു അലാ തർക്കിഹി, ഉപേക്ഷിച്ചാൽ ശിക്ഷയുള്ളതുമാണ്. ഏതുപോലെ കസോമി റമദാൻ, റമദാനിൽ നോമ്പ് പിടിക്കും പോലെ. വൽ മന്ദൂബ്, മന്ദൂബ് എന്ന് പറഞ്ഞാൽ മാ യുസാബു അലാ ഫീലിഹി വലാ യുആഖബു അലാ തർക്കിഹി, മാ യുസാബു അലാ ഫീലിഹി, ചെയ്താൽ കൂലിയുള്ളതും, വലാ യുആഖബു അലാ തർക്കി, ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതും, കസലാത്തുൽ വിത്രി, വിത്ർ നിസ്കാരം പോലെ. വൽ ഹറാമു, ഹറാമു എന്ന് പറഞ്ഞാൽ മാ യുസാബു അലാ തർക്കിഹി, ഉപേക്ഷിച്ചാൽ കൂലി കിട്ടുന്നതും, യുആഖബു അലാ ഫീലിഹി, ചെയ്താൽ ശിക്ഷ കിട്ടുന്നതും, ഹുഖൂഖിൽ വാലിദൈനി, മാതാപിതാക്കളെ വെറുപ്പിക്കും പോലെ. വൽ മക്രൂഹു വ ഖിലാഫുൽ ഔല, മക്രൂഹും ഖിലാഫുൽ ഔലയും, ഖിലാഫും അത് രണ്ടും, മാ യുസാബു അലാ തർക്കിഹി, ഒഴിവാക്കിയാൽ കൂലി കിട്ടുന്നതും, വലാ യുആഖബു അലാ ഫീലിഹി, ചെയ്താൽ ശിക്ഷ കിട്ടാത്തതുമാണ്. ഇല്ല അന്ന, എന്നാൽ ഇല്ല അന്ന നെഹിയ ഫിൽ അവലി, ആദ്യത്തേതിലുള്ള നെഹിയു സരീഹുൻ, അത് സരീഹാണ്, വ്യക്തമാണ്. വസ്ഫിസാനി, രണ്ടാമത്തേതിലുള്ള നെഹിയ ഒയറു സരീൻ, വ്യക്തമല്ലാത്തതാണ്. മസലൻ, ഉദാഹരണം, തെർക്കു തഹയ്യത്തുൽ മസ്ജിദി, പള്ളിയിലെ തഹയ്യത്ത് നിസ്കാരത്തെ ഒഴിവാക്കൽ മക്രൂഹൻ, അത് കറാഹത്താണ്. എന്തുകൊണ്ട്? ഫഖദ് വറദ ഫീഹി നഹിയുൻ സരീഹുൻ, അതിൽ വ്യക്തമായ നഹി വന്നിരിക്കുന്നു. അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട്. കാരണം ഐസുഖാൽ റസൂലുള്ളാഹി പറഞ്ഞിട്ട്, ഇദാ ദഖല അഹദുക്കുമുൽ മസ്ജിദ, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ഒരാൾ പള്ളിയിൽ കടന്നാൽ ഫലാ യജ്ലിസ്, അവൻ ഇരിക്കരുത്, ഹത്താ യുസല്ലി റകഅത്തൈനി, അവൻ 2 റകഅത്ത് നിസ്കരിക്കുന്നത് വരെ. റവാഹു ഷെയ്ഖാനി, ഈ ഹദീസിനെ ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. വതറക്കു സ്വലാത്തുൽ ദുഹാ, ദുഹാ നിസ്കാരത്തിനെ ഉപേക്ഷിക്കൽ ഖിലാഫുൽ ഔല, ഖിലാഫുൽ ഔലിയാണ്. എന്തുകൊണ്ട്? ഫഖദ് വറദൽ അംറു ബിഫൈലിഹ, കാരണം ഫഖദ് വറദൽ അംറു, കൽപ്പന വന്നിരിക്കുന്നു, ബിഫൈലിഹ, ആ സലാത്തുൽ ദുഹയെ ചെയ്യലുകൊണ്ട്. ഫിൽ അഹാദീസ്, ഹദീസുകളിൽ. വൽ അംറു ബിശൈഇൻ, ഒരു കാര്യം കൊണ്ട് കൽപ്പന. നഹിയുൻ, അത് വിരോധമാണ്, വിരോധാജ്ഞയാണ്. ഒയറു സരീൻ, വ്യക്തമല്ലാത്ത വിരോധാജ്ഞയാണ്. അൻതർക്കിഹി, അതിനെ ഒഴിവാക്കലിനെ തൊട്ട്. വൽ മുബാഹു, മുബാഹ് എന്ന് പറഞ്ഞാൽ മാലാ യുസാബു വലാ യുആഖബു അലാ ഫിഇലിഹി വഅലാ തർക്കിഹി, മാലാ യുസാബു വലാ യുആഖബു, ശിക്ഷിക്കപ്പെടാത്തതും കൂലി കിട്ടാത്തതും ശിക്ഷ നൽകപ്പെടാത്തതും, അലാ ഫിഇലിഹി, ചെയ്താലും, വലാ അലാ തർക്കി, ഉപേക്ഷിച്ചാലും. ഏതുപോലെ കശുർബിൽ ഹലീബി, പാല് കുടിക്കും പോലെ. ഒയുക്കാലു, പറയപ്പെടും, ലിൽ വാജിബി, വാജിബിന് ഫർദ്, ഫർദ് എന്ന് പറയപ്പെടും. ലിൽ മന്ദൂബി, മന്ദൂബിന് പറയപ്പെടും സുന്നത്ത് എന്നും, മുസ്തഹബ് എന്നും പറയപ്പെടും. ലിൽ മുബാഹി, മുബാഹിന് പറയപ്പെടും. ജായിസു എന്നും, ഹലാലുൻ, ഹലാലി എന്നും പറയപ്പെടും. വൽ ഫർദു നൗആനി, ഫർദ് 2 വിഭാഗമുണ്ട്. ഫർദു ഐനിൻ വ ഫർദു കിഫായത്തിൻ, ഫർദു ഐനും ഫർദു കിഫായത്തിൻ. അപ്പോൾ ഫർദുൽ ഐനി, ഫർദ് ഐനി എന്ന് പറഞ്ഞാൽ വൽ വാജിബു അലാ കുല്ലി മുക്കല്ലഫിൻ, ഓരോ മുക്കല്ലഫിന്റെ മേൽ നിർബന്ധമായ കാര്യമാണ്. ഏതുപോലെ കൽ മക്തൂബാത്തിൽ ഖംസ്, 5 ഫർദ് നിസ്കാരങ്ങൾ പോലെ. ഫർദുൽ കിഫായത്ത്, ഫർദുൽ കിഫായ എന്ന് പറഞ്ഞാൽ ഹുവൽ വാജിബു അലാ ജുംലത്തിൽ മുക്കല്ലഫീൻ, മുക്കല്ലഫീങ്ങളുടെ സമൂഹത്തിന്റെ മേൽ നിർബന്ധമായ കാര്യമാണ്. അതിന്റെ ഉദാഹരണം കൽ അംരി ബിൽ മഅറൂഫി, നല്ലത് കൊണ്ട് കൽപ്പിക്കും പോലെ. വന്നഹിയൽ മുങ്കരി, നിഷിദ്ധമായ കാര്യം കൊണ്ട് വിരോധിക്കും പോലെ.
വൽ കറാഹത്തു ദർബാനി, കറാഹത്ത് രണ്ട് വിഭാഗമുണ്ട്. കറാഹത്തു തൻസീഹിൻ വ കറാഹത്തു തെഹരീമിൻ. കറാഹത്തു തൻസീഹും കറാഹത്തു തെഹരീമും. ഫൽ ഊല, ആദ്യത്തേത്, അതായത് കറാഹത്തു തൻസീഹ് എന്ന് പറഞ്ഞാൽ ലൈസ ഫിഹാ ഇസ്മുൻ, അതിൽ കുറ്റമില്ല. വസാനി, രണ്ടാമത്തത് രണ്ടാമത്തെ, അതായത് കറാഹത്തു തെഹരീം ഏസമു ഫായിലു, അതിനെ ചെയ്തവൻ കുറ്റക്കാരനാകും. അതുകൊണ്ട് ഫഹിയ, അത് കൽ ഹറാമി, ഹറാമ് പോലെ തന്നെയാണ്. എന്നാൽ ഇല്ല അന്നഹ, തീർച്ചയായും അത്, ആ തെഹരീമിന്റെ കറാഹത്ത് തഖ്ലദുൽ ഇസ്മ, അത് കുറ്റത്തെ തേടുന്നു, ബിദലീലിൻ, ഒരു തെളിവ് കൊണ്ട്. എങ്ങനെ തെളിവാണ്? യഹ്തമിലു തഅ്വീൽ, അത് വ്യാഖ്യാനിച്ച് മറ്റൊന്നാക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ വൽ ഹറാമു, ഹറാമു എന്ന് പറഞ്ഞാൽ യഖ്തദീഹി, ആ കുറ്റത്തെ അത് തേടും, ബിദലീലിൻ ഖത്ഈൻ, ഖണ്ഡിതമായ തെളിവ് കൊണ്ട്, ലാ യഹ്തമിലു തഅ്വീല, തഅ്വീലിന് സാധ്യതയില്ലാത്ത, വിശദീകരിക്കാൻ സാധ്യതയില്ലാത്ത.